വെൽക്കം ബാക്ക് ടു കൈറ ക്രിയേഷൻസ്. ഇന്ന് ചെയ്യുന്നത് ഒരു സാരി മേക്ക് ഓവറാണ്. മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്പ് സൈക്ലിംഗ് ഓഫ് സാരിയാണ്. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ആദ്യമേ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ബോട്ടം പാർട്ട് എന്ന് പറഞ്ഞാൽ അംബർല സ്കർട്ടാണ്. ബോർഡർ ഇല്ലാത്ത സാരി ആയതുകൊണ്ട് തന്നെ അംബർല സ്കർട്ട് ചെയ്യാം. ഇതൊന്ന് പല്ലു പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് 12 ഇഞ്ചിൽ. അത് കഴിഞ്ഞ് ഞാനിതിനെ 15 ഇഞ്ച് ലെങ്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷനായിട്ട്, ഫ്രണ്ടും ബാക്കും. അത് കഴിഞ്ഞ് കുറച്ച് മെഷർമെൻ്റൊക്കെ അവിടെ ഉണ്ട്. അത് ഫസ്റ്റ് ഷോൾഡർ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക 7 ഇഞ്ച്, താഴോട്ട് ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്യുക 7 ഇഞ്ച് തന്നെയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്ന് എക്സ്റ്റൻഷനായിട്ടൊന്ന് കൊടുത്തേക്കുക. അത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാനാണ്. ഇനി അടുത്ത ലെങ്ത് 15 ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് 36 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തത്. അത് ഏത് ചെസ്റ്റാണോ എടുക്കുന്നത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ മെഷർമെൻറ്റ് ചെസ്റ്റിനും വേസ്റ്റിനും എടുക്കുക. അപ്പോൾ ചെസ്റ്റിന് 36ഉം അപ്പോൾ 9ഉം വേസ്റ്റിന് 34 8.5. പിന്നെ മാർജിൻ കൊടുക്കുക. മാർജിന് സീം അലവൻസ് കൊടുക്കുക. ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൊടുക്കുക. ഇനി നെക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് വരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. വെളിയിൽ കൂടെ ഞാൻ ഷേപ്പ് ചെയ്യുന്നുണ്ട്, അതൊന്ന് വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നെക്ക്. നെക്സ്റ്റ് ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമ്മുടെ ഷോൾഡർ ആ ഒരു പോർഷൻ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ ഒരു മെഷർമെൻറ്റൂടെ അളന്നെടുക്കണേ. 1.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ബാക്ക് നെക്കും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഞാൻ 3 ആണ് എടുത്തത്. 3 തീരെ കുറഞ്ഞു എന്ന് തോന്നി. പിന്നെ നിങ്ങൾ എന്തായാലും 4 അതിന് മേലോട്ട് എടുത്താൽ മതി. ഇനി ഫ്രണ്ട് നെക്ക് കുഴിച്ച് വെട്ടാനായിട്ട് ഞാനൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് വരച്ചിട്ട് അത് നമ്മുടെ മറ്റേ ലൈനുമായിട്ട് ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കുന്നു. പിന്നെ 1.5 ഒന്നുകൂടെ മെഷർ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. ഇനിയാണ് നമ്മുടെ കട്ടിങ് ആദ്യം ചെയ്യുന്നത് എന്തുവാ? കട്ടിങ് ബാക്കാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നമുക്ക് ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. അത് നമ്മൾ ആദ്യം വരച്ചത്, കുഴിച്ച് വരച്ചതല്ല, ആദ്യം വരച്ചത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. നെക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്ക് പോർഷൻ ഈ പിന്നൊക്കെ മാറ്റി ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുക. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൻ്റെ നെക്കും അതുപോലെ തന്നെ ആ കുഴിച്ച് വെട്ടിയേക്കുന്ന ആ ഒരു ഏരിയയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രണ്ട് കിട്ടി. ഞാനിവിടെ ഒരു കാര്യം മറന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ നേരത്തെ ഈ വരച്ചപ്പോഴേ ചെയ്യേണ്ടായിരുന്നു. ഈ ഒരു അംബ്രല്ല സ്കർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഹാങ്ങിങ് വരാതിരിക്കാനായിട്ട് 1/2 ഇഞ്ച് ഒന്ന് നമ്മൾ മേലോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. അത്രേ ഉള്ളൂ. ഇനി അതിന് മെയിൻ ഫാബ്രിക്കിലോട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തു, നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നമ്മുടെ ലൈനിങ് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നെക്ക് ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തു. പിന്നെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. മടയ്ക്കുമ്പോൾ നല്ലതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളത് തിരിച്ചിട്ടിട്ട് ഉടനെ കയറി പതിച്ച് അടിക്കരുത്. ഇപ്പോൾ പതിച്ചടിക്കണ്ട, ഞാൻ പറയാൻ എപ്പോഴാണത് ചെയ്യേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് നിവർത്തി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന കോട്ട് പോലത്തെ ഒരു പോർഷനില്ലേ, അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു ഫാബ്രിക് ഉണ്ട്, പല്ലു പോർഷനിലെ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൈനിങ്ങും കൂടെ വെച്ചേക്കുക. എന്നിട്ട് ഈ ഒരു ആം ഹോൾ പോർഷനില്ലേ, ഇത് നമ്മുടെ മറ്റേ ഫ്രണ്ടിൻ്റെ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ആ ഒരു ഹോളിൻ്റെ പോർഷൻ അത് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പിന്നെല്ലാം മാറ്റിയിട്ട് 1.5 ഇഞ്ച് അത് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് ആം ഹോളിൻ്റെ അവിടെ ഒരു സെൻട്രലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ നെക്ക് പോർഷനും താഴത്തെ ആ ഒരു ഇതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിൽ കൂടെ ഉള്ള ഒരു ഇതിൽ കൂടെ അതൊന്ന് ഫുള്ളായിട്ട് തിരിച്ചെടുക്കുക. അങ്ങനെ തിരിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ചെയ്യേണ്ടതൊന്ന് ഷേപ്പ് ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കുക. അതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഫ്രണ്ട് എന്ന് പറയുന്നത് മെയിൻ പോർഷൻ, മെയിൻ ഫാബ്രിക് മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്താൽ മതി. ലൈനിങ് അറ്റാച്ച് ചെയ്യണ്ട. അങ്ങനെ ഞാനവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ.
ഇനി ഇതൊന്ന് നിവർത്തി ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലൈൻ പോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒരു ലൈൻ പോലെ കേട്ടോ, മനസ്സിലായല്ലോ. ഇതൊന്ന് തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ലൈൻ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ തയ്യൽ തുമ്പുകളെല്ലാം ഉള്ളിൽ പോയി വൃത്തിയായിട്ടിരിക്കും. എത്ര യൂട്യൂബ് ചാനലിൽ ഇതൊക്കെ പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതേപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക, അതായത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. ഈ ബാക്കും നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ചടിക്കുക. ഈ ഒരു ഫാബ്രിക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനകത്തൂടെ ഒന്ന് പതിച്ചടിച്ചാൽ മതി. അപ്പോൾ കണ്ടോ, അതിൻ്റെ തയ്യൽ തുമ്പ് എല്ലാം ഉള്ളിൽ പോയിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഇളകി പോയിരിക്കും ഒന്ന് തയ്ച്ച് കൊടുക്കുക, രണ്ട് സൈഡും കൂടി. ഇനിയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം നോക്കുക. സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് 11.5 എനിക്ക് വരുന്ന സ്ലീവ് ലെങ്ത്. ഇനി നമ്മൾ ഹൈ പഫ് സ്ലീവാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പഫ് സ്ലീവ് ഈ 11.5 കൂടെ അത് ആദ്യം മാർക്ക് ചെയ്ത് നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്തിട്ടാണ് അതിനെ ഹൈ പഫ് സ്ലീവ് ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 11.5 ആദ്യം മാർക്ക് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴോട്ട് ഒരു 3.5 ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ആദ്യം കട്ട് ചെയ്യുന്ന നോർമൽ സ്ലീവാണ്. അപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഇത് 9 ഇഞ്ചല്ലേ നേരത്തെ കിട്ടിയത്, ആ 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടത്തിൽ വരുന്നത് എത്രയാണോ 7.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. സീം അലവൻസ് ഇട്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇതിന് ശേഷമാണ് നമ്മൾ ഈ 9 മാർക്ക് ചെയ്തതിന് ഇങ്ങോട്ടേക്ക് ഒരു 7.5 ഇഞ്ച്, അതായത് ഒരു 3/4 ഇഞ്ച് വിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈനും ഇതും കൂടെ ആയിട്ടൊന്ന് ചേർത്ത് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. ഞാനിവിടെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. ഈ 9 ഇഞ്ചിൻ്റെ പകുതി 4.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടം വരെ മുകളിലോട്ട് ഒരു കർവും അവിടെ നിന്ന് താഴോട്ടൊരു കർവും ഷേപ്പ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ നോർമൽ സ്ലീവ്. ഇനി ഇതിനെ ഹൈ പഫ് സ്ലീവ് ആക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് നമുക്ക് എത്ര ഹൈറ്റിൽ വേണം എത്ര വേണമെങ്കിലും എടുക്കുക. 3 എടുക്കുക, 4 എടുക്കുക. ഞാനിവിടെ ഒരു 3.5 ആണ് എടുത്തത്. അതുപോലെ എത്ര പ്ലീറ്റ്സ് വേണമെന്നുള്ളത് അപ്പുറത്ത്, അത് കൂടുതൽ എത്ര വേണോ അങ്ങനെ, അത് ഞാനിവിടെ 3.5ൻ്റെ ഒരു ബോക്സാണ് വരച്ചത്. ഇനി നമ്മൾ അതിൻ്റെ പകുതി 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 1.5 ഇഞ്ചും ഈ 3.5 ഇഞ്ചിൻ്റെ ബോക്സിൻ്റെ അവിടെയും കൂടെ ചേർത്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കറക്റ്റ് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ താഴെ വന്ന് തട്ടുന്ന പോർഷനില്ലേ, ആ പോർഷനൊന്ന് ആ മാർക്ക് അവിടം വരെയാണ് നമ്മുടെ പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് നോച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് നോച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത് ഈ 2 സൈഡിൻ്റെ ഇടയിൽ വരുന്ന എത്രയാണോ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പഫ്സ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മുടെ പല്ലു പോർഷൻ ബാക്കി ഫ്രണ്ട് ഭാഗം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡബിൾ നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയും കൂടെ കൊടുത്താൽ മതി. ഇനി നമ്മൾ പല്ലു പോർഷൻ്റെ ബാക്കിയുള്ള ഫാബ്രിക്കിലാണ് ഈ സ്ലീവ് ചെയ്യുന്നത്. അതൊന്ന് മെയിൻ ഫാബ്രിക് അതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് ലൈനിങ് ഫാബ്രിക് മുകളിലിട്ടിട്ട് ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടമില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് ഞാൻ തച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ടിട്ട് ആദ്യം ആ ബോട്ടം അങ്ങ് പതിച്ച് അങ്ങ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുകളിൽ ഇതിൻ്റെ കറക്റ്റ്, അതായത് ലൈനിങ്ങിന് അതേപോലെ തന്നെ ജസ്റ്റ് പൊങ്ങിയോ താന്നോ ഇരിക്കുന്നതെല്ലാം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 2 മാർക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് നോച്ചിട്ട് കൊടുക്കാനായിട്ട്. അതായത് നമുക്ക് പഫ്സ് എടുക്കുന്നതേ ആ ഒരു പഫ്സിൻ്റെ ആ ഞൊറിവിന് വേണ്ടിയിട്ടുള്ള 2 മാർക്ക്, ആ 2 മാർക്കിൻ്റെ ഇടയിലാണ് ഈ പഫ്സിൻ്റെ ഞൊറിവ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പതുക്കെ ചെറിയ ചെറിയ ഞൊറിവുകൾ അവിടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സ്ലീവും ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഭാഗം ഒന്ന് നോക്കിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ആ ഒരു ടോപ്പ് പോർഷൻ മുഴുവൻ കഴിഞ്ഞു. ഇനി അടുത്ത ബോട്ടം പോർഷനാണ്. അത് ഞാൻ ഹാഫ് അംബർല സ്കർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വേസ്റ്റിൻ്റെ സർക്കംഫറൻസും വേസ്റ്റിൻ്റെ ലെങ്തും വേണം. വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് 34 ഇഞ്ച്, വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ച്.
അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി അതൊന്ന് കട്ട് ചെയ്യാൻ നമുക്ക് റേഡിയസ് വേണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2πr. അതായത് അതിൻ്റെ റേഡിയസ് കിട്ടാൻ സർക്കംഫറൻസ് ഡിവൈഡ് ബൈ 2π. അപ്പോൾ ഇത് പൈയുടെ വില അറിയാൽ 3.14. അവസാനം റേഡിയസ് എത്ര കിട്ടും? സി ഡിവൈഡ് ബൈ ആണ് 6.28 കിട്ടും. ഇതിൻ്റെ പകുതി ഇതാണ് ഹാഫ് സർക്കിൾ. ഞാൻ താഴെ വരച്ചിരിക്കുന്ന ഹാഫ് സർക്കിളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും പകുതി എടുക്കുമ്പോൾ രണ്ടും മുകളിൽ പോയി കട്ട് ചെയ്ത് പോയിട്ട് R=C/π എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ സി എന്ന് പറയുന്നത് നമ്മുടെ അറിയാം, നമുക്ക് 34 ആണ്. ഡിവൈഡ് ബൈ 3.14. എനിക്ക് കിട്ടിയത് 10.8ലാണ്. ഞാൻ ആർക്ക്, അതായത് റേഡിയസിൽ മുറിച്ചെടുക്കേണ്ടത്. ഈ ഫാബ്രിക് ഇതുപോലെ മടക്കിയിട്ട് കോണായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് സർക്കിളായിട്ട് മടക്കി ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2ആയിട്ട് ഫാബ്രിക് ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ കോണൊന്ന് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇവിടുത്തെ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ വഴി 10.8 റൗണ്ട് ചെയ്ത് ഞാനൊരു 11 എടുത്തു. അപ്പോൾ ഞാൻ ആദ്യം 11 വന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനാണ് ഈ റേഡിയസ് വേണ്ടത്. അതിനാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് 10.8, അതായത് 11 ഞാനിവിടെ കറക്റ്റ്, അതായത് നമുക്ക് ചേർത്തടിക്കുമ്പോൾ ഇത്തിരി പോകുമല്ലോ. അപ്പോൾ അത് 11 റൗണ്ട് ചെയ്തെടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി അടുത്തത് ഈ 11 നമുക്ക് വേണ്ട ലെങ്ത്, അതായത് 41 + 1 മടക്കി അടിക്കുന്നത് 42ഉം 11ഉം കൂടെ ചേർത്ത് 53 ഇഞ്ച് ആ ഫ്രണ്ടിലെ മുതലേ മാർക്ക് ചെയ്യണം. അതാണ് കറക്റ്റായിട്ട് അങ്ങനെ മാർക്ക് ചെയ്യുക. നമുക്ക് പകുതി ഇട്ട് മാർക്ക് ചെയ്യാതെ ഇതുപോലെ തന്നെ 53 ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് ഈ 11 കൂടെ ചേർത്ത് അങ്ങ് 53 അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിൽ സെൻറ്ററിലും കൂടെ ചേർത്ത് ഒരു 53 മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ടോപ്പിൽ നിന്ന് ഇത് കാണിക്കാം. അപ്പോൾ 2 സൈഡിൽ 53 മാർക്ക് ചെയ്തു. ഇനി താഴെ കുറച്ച് പോർഷൻ കട്ട് ചെയ്തല്ല, ഇനി അതിൽ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് ആദ്യം കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുത്തു. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളത് പതിച്ചും കൂടെ അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെയും നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലൈനിങ്ങും അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അതിന് ശേഷം ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അവിടെ വേസ്റ്റ് പോർഷൻ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി അടുത്ത താഴോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേസ്റ്റ് പോർഷൻ ആകുമ്പോൾ മെയിൻ ഫാബ്രിക്ക് മാത്രം, അതുപോലെ തന്നെ ലൈനിങ് ഫാബ്രിക്ക് മാത്രം ഇൻഡിവിജ്വലായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഇതൊന്ന് അറ്റാച്ച് ചെയ്താൽ നമ്മുടെ പണി തീർന്നു. അപ്പോൾ ഞാനിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. കറക്റ്റായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് ബോട്ടം പോർഷനും കൂടെ ഒന്ന് മടക്കി കൊടുത്തു. നമ്മുടെ ഗൗൺ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും തരണം. അപ്പോൾ വീണ്ടും കാണാം.